നമസ്തേ. കഴിഞ്ഞ വീഡിയോയിൽ ലഗ്നത്തിനെക്കുറിച്ചും ലഗ്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലഗ്നത്തിലെ പ്രകാശഗ്രഹങ്ങളുടെ സ്ഥിതി ഉണ്ടാക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും സംസാരിച്ചു. തമോ ഗ്രഹങ്ങളാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിനെക്കുറിച്ചും സംസാരിച്ചു. പ്രധാനമായിട്ടും ലഗ്നത്തിലെ പ്രകാശഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. വളരെയധികം ജീവിതം സന്തോഷത്തോടു കൂടി ഹാപ്പിനെസ് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയും. ലഗ്നത്തിനോ ലഗ്നാധിപനോ ഭാവബന്ധം വരുമ്പോഴാണ് ദുഃഖമുണ്ടാവുന്നതും സങ്കടമുണ്ടാവുന്നതും നമുക്ക് ഇമോഷണലി നമുക്ക് പല ബ്രേക്കുകൾ ഉണ്ടാവുന്നതൊക്കെ കാരണം ലഗ്നത്തിൻ്റെയും ലഗ്നാധിപൻ്റെയും ഭാവബന്ധമാണ്. ലഗ്നത്തിനും ലഗ്നാധിപനും ശുഭബന്ധം ഉണ്ടാകുമ്പോൾ ഏത് പരിതസ്ഥിതിയും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നതായിരിക്കും എന്നുള്ളതാണ്. അതിനുള്ള ശക്തി നമുക്ക് ഊർജമായിട്ട് വരും. അപ്പോൾ ലഗ്നത്തിൽ പ്രധാനമായും ശുഭഗ്രഹങ്ങൾ പൗർണമി ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ, തനിച്ച ബുധൻ, ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി നമുക്ക് ഒരുപാട് ജീവിത ഉന്നതി ഓട്ടോമാറ്റിക് നിങ്ങളുടെ ജാതകം എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങൾ അത്യാവശ്യം നല്ല അവസ്ഥയിലാണെങ്കിൽ ഈ ഒരു സ്ഥിതി നിങ്ങൾക്കുണ്ടാവും. ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 7-ൽ നിന്നിട്ട് നോക്കുന്നുണ്ടാവും. വിശേഷ ദൃഷ്ടിയായിട്ട് ഗുരുവിൻ്റെ 5-ാം ദൃഷ്ടിയോ 9-ാം ദൃഷ്ടിയോ ലഗ്നത്തിലേക്ക് ഉണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധ്യമാകുന്ന ജാതകമായിരിക്കും. അതായത് അത്യാവശ്യം വേണ്ട വണ്ടി, വീട്, വാഹനം, ഈ അവസ്ഥകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. ദശാഭാരങ്ങൾ വളരെയധികം ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ, അതായത് ലഗ്നാധിപൻ്റെ അനുകൂല ദശകളും കൂടിയും കിട്ടുകയാണെങ്കിൽ, ലഗ്നാധിപനായിട്ടുള്ള ഏത് ലഗ്നാധിപനാണെങ്കിലും, അപ്പോൾ ഗുരു അണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, ശുക്ര ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ഗുരു ഗ്രൂപ്പാണെങ്കിൽ ഗുരു, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, അവർ 4 പേരാണ്. അപ്പോൾ അതിൽ ഒന്ന് ഗുരു ആണെങ്കിൽ, ലഗ്നം ഗുരുവിൻ്റെ ക്ഷേത്രമാണെങ്കിൽ തീർച്ചയായിട്ടും 5-ാം ഭാവം സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ 9-ാം ഭാവം ചൊവ്വയുടെയോ ആയിട്ട് വരും. ഇങ്ങനെയാണ് അവർ വരിക. 1, 5, 9 ഭാവങ്ങളുടെ ആധിപന്മാരുടെ ദശകൾ നിങ്ങൾക്ക് 25 വയസ്സിന് ശേഷമുള്ള നല്ല പ്രായം, 20 വയസ്സിന് ശേഷമുള്ള നിങ്ങൾ സ്വന്തമായി ജീവിതം നയിക്കാൻ തുടങ്ങുന്ന കാലം മുതൽ നിങ്ങൾക്ക് 1, 5, 9 ഭാവാധിപൻ്റെ ദശകൾ വന്നാൽ നിങ്ങളുടെ ജീവിതം വളരെ നല്ല സന്തോഷപൂർണ്ണമാകും. അപ്പോൾ ലഗ്നം വളരെയധികം പ്രധാനത്തിലാണ്. ലഗ്നത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ജനിച്ച സമയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. അവിടെയാണ് മിക്കവാറും ഈ പ്രശ്നം എന്ന് പറയുന്നതും മറ്റ് രീതിയിലൊക്കെ നക്ഷത്രം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നതിൻ്റെ കാര്യം കൃത്യമായ ജനന സമയം നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ്. ജനന സമയം കൃത്യമായിട്ട് അവൈലബിൾ ആവുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. നമുക്ക് ഡോക്ടർമാർ കൃത്യമായി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഉണ്ടാവും. 1 മിനിറ്റ് കൊണ്ട് 27 കിലോമീറ്റർ ഭൂമി ഭ്രമണം ചെയ്ത് പോകുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞു. അപ്പോൾ ലഗ്നത്തിൻ്റെ വളരെ കൃത്യതയും പ്രാധാന്യവും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാര്യം 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റൊക്കെ മാറുമ്പോൾ തന്നെ ലഗ്നം വളരെയധികം മാറിപ്പോകും. 1 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ വളരെയധികം ലഗ്നം മാറിപ്പോകും എന്നുള്ളതാണ്. അപ്പോൾ ലഗ്നം നമ്മൾ ശരിക്കും കൃത്യമാക്കിയിട്ട് വേണം. ഏത് ലഗ്നമാണ് ലഗ്നസന്ധികളിൽ ഭാവസന്ധികളിലൊക്കെ വരുമ്പോഴാണ് വളരെ ബുദ്ധിമുട്ടുണ്ടാവുക. മിക്കവാറും ഞാൻ ജാതകം വാങ്ങിച്ച് അവരുടെ ലഗ്നത്തെ ശരി ചെയ്തതിന് ശേഷമാണ് നോക്കാറുള്ളൂ. ശരി ചെയ്യാൻ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കും. അവരുടെ ജീവിത അനുഭവങ്ങളെ വെച്ച് തന്നെയാണ് നമ്മൾ ജാതകത്തെ ശരി ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ജനിച്ച സമയം, ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലരും പറയും ജനിച്ച സമയത്തിലേ നിങ്ങൾക്ക് കൃത്യതയില്ലല്ലോ. ജ്യോതിഷത്തിൽ കൃത്യതയുള്ള ഒരു വിഷയമാണ് ജ്യോതിഷത്തിൽ ജനന സമയം എന്ന് പറയുന്നത്. ഒരുപാട് കോൺട്രവേഴ്സി ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ യുക്തി അറിയാത്തവരാണ് അതിനെ അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. ജനിച്ച സമയം എന്ന് പറയുന്നത് കുട്ടിയുടെ ശിരസ് പുറത്ത് വരുന്ന സമയമോ, കുട്ടിയുടെ പൊക്കിൾക്കൊടി മുറിക്കുന്ന സമയമോ, അല്ലെങ്കിൽ കുട്ടി കരയുന്ന സമയം, ഇതൊന്നുമല്ല ജനിച്ച സമയം. ജനിച്ച സമയം എന്ന് പറയുന്നത് ഒരു കുട്ടി ആദ്യത്തെ ശ്വാസമെടുക്കുന്നതിനെയാണ് ജനനം എന്ന് പറയുന്നത്. അന്ത്യശ്വാസം എടുക്കുന്നതാണ് മരണം എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും കാരകൻ ശനിയാണ്. അതായത് പ്രാണനെ ആഗിരണം ചെയ്യുന്നതാണ് ജനനം. അതുവരെ ആ കുട്ടി വേറൊരു ഭാഗമാണ്. ജീവനൊക്കെ ഉണ്ടാവും, പക്ഷേ സ്വന്തമായ പ്രാണനെടുത്താൽ മാത്രമേ അത് ജാതകം സംഭവിക്കുന്നുള്ളൂ. അതിനുശേഷമാണ് ജാതകം. അപ്പോൾ ആദ്യ ശ്വാസം എടുക്കുന്നതാണ് ജനനം. അതുപോലെ അന്ത്യശ്വാസം എടുക്കുന്നതാണ് മരണം. അയാൾ മരിക്കണമെങ്കിൽ അയാളുടെ അന്ത്യശ്വാസം കഴിയണം. ഇത് നമുക്ക് എല്ലാ യുക്തിപരമായിട്ടും അറിയുന്നൊരു വിഷയമായിട്ടും കോൺട്രവേഴ്സി ഉണ്ടാകുന്നൊരു വിഷയമാണ്. ശരിക്കും മനസ്സിലാക്കണം, ആദ്യ ശ്വാസമാണ് ജനനം. ഇനി ഈ ശനിയാണ്
പ്രാണകാരകൻ അല്ലെങ്കിൽ വായുവിൻ്റെ കാരകൻ, ആയുർകാരകനായിട്ടുള്ള ശനി. അത് നമ്മളെങ്ങനെയാണ് ആയുർകാരകൻ എന്ന് പറയുന്നത്? ഈ പ്രാണൻ തരുന്നത് ശനിയാണ്. പ്രാണൻ എന്ന് പറയുമ്പോൾ 5 തരം പ്രാണനുണ്ട്. 5 പ്രാണനാണ് പ്രധാനമായിട്ടും പറയുക. പഞ്ചപ്രാണൻ, 5 ഉപപ്രാണനുണ്ട്. പക്ഷേ പ്രധാന പ്രാണൻ പഞ്ചാണ്. പ്രാണൻ എന്ന് പറയുന്ന ആദ്യത്തെ പ്രാണനാണ് ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്നത്. നമ്മൾ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന ആദ്യ പ്രാണൻ എന്ന് പറയുന്ന സാധനം പ്രാണൻ എന്ന പേരിലാണ്. രണ്ടാമത് അപാനൻ എന്ന് പറയും. അപാനൻ എന്ന് പറയുന്നത് നമുക്ക് മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിന് താഴേക്കുള്ള വായുവാണ്. വിയർപ്പ്, മലം, മൂത്രം, അതുപോലെ പ്രത്യുൽപാദനത്തിന് ഉപയോഗിക്കുന്നത്, രേതസ് പുറന്തള്ളുന്നത് എല്ലാം അപാനൻ എന്ന വായുവാണ്. അത് കഴിഞ്ഞ് സമാനൻ എന്ന വായുവാണ് നമ്മൾ ദഹന ക്രിയകൾക്കും പോഷകങ്ങളെ ആഗിരണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. സമാനന എന്ന വായുവാണ്. ആ സമാന വായുവാണ് പോഷകങ്ങളെ ആഗിരണം ചെയ്ത് ശരീരത്തെ സമമായി കോശങ്ങളെ നശിക്കാതെ നിലനിർത്തുന്നത്. പിന്നെ ഉദാനൻ എന്ന് പറയുന്ന ഒരു വായുവാണ് 4ാമത്തെ വായു. ഉദാനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയിൽ നിന്ന് സംസാരമായിട്ടും ശബ്ദമായിട്ടും ചിന്തയായിട്ടും ഓർമ്മയായിട്ടും ഒക്കെ നമ്മളെ നിലനിർത്തുന്ന വായു, ഉയർന്ന വായു, ഉയരുന്നിലേക്ക് പോകുന്ന വായുവിനെയാണ് ഉദാനവായു എന്ന് പറയുന്നത്. 5ാമത് വ്യാനൻ എന്ന് പറയും. വ്യാനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമാസകലം വ്യാപിച്ച് കിടക്കുന്ന നാഡീവ്യൂഹങ്ങളെ നിലനിർത്തുന്ന, രക്തചംക്രമണത്തെ നിയന്ത്രിക്കുന്ന, പേശികളുടെ ചലനങ്ങളെ നിലനിർത്തുന്ന വായുവിനെയാണ് വ്യാനൻ എന്ന് പറയുക. അപ്പം 5 വായുവിനെയും കാരകൻ വന്ന് ശനിയാണ്. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. അപ്പോൾ ഈ 5 വായുവും ഏതെങ്കിലും ഒരു വായു നിന്നാൽ നിങ്ങൾക്ക് ആ രീതിയിലാണ് മരണം. അപാനം നിന്നാൽ മലമൂത്രങ്ങൾ നിന്നിട്ട് പുറത്ത് കൊള്ളാൻ പറ്റാതെ നമ്മൾ മരിക്കും. ഓരോന്നും അപ്പോൾ നമ്മൾ ഉദാനം നിന്നു എന്ന് വയ്ക്കുക, ശബ്ദം നിന്ന്, അൾഷിമേഴ്സ് വന്ന് ചിന്തകൾ നശിച്ച് ഓർമ്മ നശിച്ച് നമ്മൾ മരിക്കും. കണ്ടില്ലേ? ഓരോ വായുവും ഏത് വായുവുമായി ബന്ധപ്പെട്ടാണോ മരണം എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. മരണം ഉണ്ടാകുന്നത് ശനിയെ കൊണ്ട് തന്നെയാണ്. ജനനം ഉണ്ടാകുന്ന അതേ ശനി തന്നെയാണ് മരണവും തരുന്നത്. ശനിയുടെ ഒരു പ്രധാന കാരകത്വമാണ് ഈ ആയുസ് എന്ന് പറയുന്നത്. ശനി നമുക്ക് ജീവിതത്തിൽ ഒരു നന്മ ഉള്ള ഒരു ഗ്രഹമല്ല, പക്ഷേ ആയുസ്സിൻ്റെ ഗ്രഹമാണ്. ആയുസ് നന്മയാണോ എന്ന് വെച്ചാൽ അല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അതാണ് നമ്മുടെ ഭാരതീയ ചിന്താപ്രകാരം ആയുസ് മോക്ഷത്തിന് സാധ്യമല്ലാത്തതാണ്. മോക്ഷം കിട്ടണമെങ്കിൽ മരിക്കണം. അപ്പം മോക്ഷം എന്ന് പറയുന്നത് നമ്മൾ വിഷ്ണുപദം പോവുക അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പറയുക. അത് പിന്നെ നമ്മൾ തിരിച്ച് രണ്ടാമതൊരു ജനനമില്ല എന്നുള്ളതാണ്. പക്ഷെ അതാണ് പറയുന്നത്, ആയുർകാരകനായ ശനി നമ്മുടെ ജനനത്തെ തരുന്നു. അപ്പോൾ ജനനം തരുന്ന ആദ്യ ശ്വാസം എടുക്കുന്നതിനെയാണ് ലഗ്നമായിട്ട് കണക്കാക്കേണ്ടത്. അതുമുതലാണ് നമ്മുടെ ലഗ്നം തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. അതായത് തല പുറത്തു വരുന്നതാണോ ഇതൊന്നും അല്ല പ്രധാനം, വായു എടുക്കുന്നതാണ്. അപ്പോൾ ശനിക്ക് എന്തുമാത്രം പ്രാധാന്യം ലഗ്നത്തിൻ്റെ അവസ്ഥയ്ക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ജീവിതത്തിൽ. അതുപോലെയാണ് ലഗ്നത്തിൻ്റെ പ്രാധാന്യവും. ആ സമയത്ത് ആദ്യശ്വാസം എടുക്കുന്ന സമയത്ത് കിഴക്കേ ചക്രവാളത്തിൽ ഗുരു ഉണ്ടെങ്കിൽ ദിഗ്ബലം ചെയ്ത ഗുരുവായിരിക്കും. ബുധനുണ്ടെങ്കിൽ ദിഗ്ബലം ചെയ്ത ബുധനായിരിക്കും. ദിഗ്ബലം കിഴക്ക് ഭാഗത്ത് കിഴക്ക് ദിക്കിൽ ബലമുള്ള ഗ്രഹങ്ങളാണ് ബുധനും ഗുരുവും. സ്ഥാനബലം വേറെ, ദിക്ക് ബലം വേറെ. കിഴക്ക് ദിക്കിൽ ബലമുള്ള 2 ഗ്രഹങ്ങളാണ്. അതായത് ലഗ്നത്തിൽ ഗുരുവോ ബുധനോ ഉണ്ടെങ്കിൽ അത് വളരെ വിശേഷമാണ്, ദിഗ്ബലം എന്നാണ് അതിന് പറയുക. 10ാം ഭാവത്തിൽ സൂര്യനുണ്ടെങ്കിൽ, നട്ടുച്ചയ്ക്ക് നിങ്ങൾ ജനിക്കുമ്പോഴാണ് 10ാം ഭാവത്തിൽ സൂര്യൻ വരിക. നട്ടുച്ച സമയത്ത് നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ 10ലുണ്ടാവും. അതുപോലെ ചൊവ്വയ്ക്കും 10ാം ഭാവത്തിന് ദിഗ്ബലമുണ്ട്. അതെന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗത്ത്. കിഴക്ക് ഭാഗത്ത് ദിഗ്ബലം തരുന്നത് ശനിയാണ്. ശനിക്കാണ് ദിഗ്ബലം കിഴക്ക് ഭാഗത്ത്. പക്ഷേ സ്ഥാനബലം ഉണ്ടാവാതെ കിഴക്ക് ഭാഗത്ത് ദിഗ്ബലം വന്നു കഴിഞ്ഞാൽ ശനി ശുഭനാണ്. അതുപോലെ വടക്ക് ഭാഗത്ത്, അതായത് 4ാം ഭാവത്തിൽ ദിഗ്ബലം ചെയ്ത ഗ്രഹങ്ങളാണ് ചന്ദ്രനും ശുക്രനും. അപ്പോൾ ഇങ്ങനെ ഗ്രഹങ്ങൾക്ക് സ്ഥാനബലത്തിനൊപ്പം തന്നെ ദിക്ക് ബലം എന്ന് പറയുന്ന പ്രധാന ബലമുണ്ട്. 4ൽ ചന്ദ്രനുള്ളത് നല്ലതാണ്, അതുപോലെ ശുക്രനുള്ളത് നല്ലതാണ്. ദിഗ്ബലം എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് കിട്ടും. 7ലെ ശനി പാപൻ, അതായത് സ്ഥാനബലം പറ്റാത്ത ശനിയായിരിക്കണം. സ്ഥാനബലം ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഗുരുദൃഷ്ടിയോ ശുക്രയോഗമോ ഒക്കെ ഉള്ള ശനിയാണെങ്കിൽ 7ൽ നിൽക്കുന്ന ശനി നിങ്ങൾക്ക് ഗുണം ചെയ്യും. അല്ലെങ്കിൽ ദോഷമുണ്ട്. ശനി പാപനായതുകൊണ്ട് ലഗ്നവുമായിട്ട് ബന്ധം വരുന്നത് ദോഷമാണ്. 7ാം ഭാവത്തിനല്ല ദോഷം, ലഗ്നത്തിന് ദോഷം വരും എന്നുള്ളതാണ്. അപ്പോൾ
അപ്പോൾ ലഗ്നം വളരെയധികം പ്രധാനമാണ്. ജനിച്ച സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കൃത്യമായ ജനന സമയം ഇപ്പോൾ ഒരു 100 വർഷമായിട്ടേ നമുക്ക് അവൈലബിൾ ആവുന്നുള്ളൂ. പണ്ട് അതത്ര കൃത്യമല്ലാത്തതുകൊണ്ട് നക്ഷത്രവും നക്ഷത്രപ്പൊരുത്തവും അങ്ങനെ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട ജ്യോതിഷമായിരുന്നു നടന്നിരുന്നത്. യഥാർത്ഥത്തിൽ ജാതകത്തിൽ ജനന സമയം മുതലാണ് കൃത്യമായ അപ്ഡേഷൻ. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈക്രോൺ ലെവലിലുള്ള അപ്ഡേഷനും ആ മൈക്രോ ലെവലിലുള്ള നോളേജുമാണ് ജ്യോതിഷത്തിലുള്ളത്. പണ്ടത്തെ പോലെയല്ല. പണ്ട് നമുക്ക് ഈ ഒരു അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴാണ് നമ്മൾ ലഗ്നത്തിൻ്റെ പ്രാധാന്യത്തെ അറിഞ്ഞുകൊണ്ട് ജാതകം നോക്കേണ്ടി വരുന്നതും. കാര്യം വളരെ കൃത്യമായ ജാതകഫലം നമുക്ക് ലഗ്നം വെച്ച്, ലഗ്നം കൊണ്ടാണ് ദശാപഹാര ചിത്രങ്ങളുടെ പ്രാധാന്യം വരുന്നത്. കാര്യം ആധിപത്യ ബലമാണ് ദശാപഹാര ചിത്രങ്ങളിൽ തരിക. അപ്പോൾ ഈ ലഗ്നം മാറുന്നതിനനുസരിച്ച് ആധിപത്യങ്ങൾ മാറും. അപ്പോൾ കൃത്യമായ ദശാപഹാര ചിത്രങ്ങളാണ് ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും തീരുമാനിക്കുന്നത്. 7ാം ഭാവാധിപൻ്റെയോ 3ാം ഭാവാധിപൻ്റെയോ 11ാം ഭാവാധിപൻ്റെയോ ദശയോ അപഹാരോ ചിത്രങ്ങളോ പ്രായത്തിൽ വരുമ്പോഴാണ് വിവാഹം നടക്കുന്നത്. 3, 7, 11 ഭാവാധിപൻ്റെ ദശ അപഹാര ചിത്രങ്ങൾ അല്ലെങ്കിൽ 3, 7, 11 ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാര ചിത്രങ്ങൾ അല്ലെങ്കിൽ 3, 7, 11ലേക്ക് നോക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാര ചിത്രങ്ങൾ സമയത്താണ് വിവാഹം നടക്കുന്നത്. അങ്ങനെ ഓരോ ഇൻസിഡൻറ്റിനും നമുക്ക് കൃത്യമായ ദശാപഹാര ചിത്രങ്ങൾ ആവശ്യമാണ്. ഇത് എങ്ങനെ തീരുമാനിക്കണം? അത് ലഗ്നം ഏതാണോ അതിനനുസരിച്ചാണ്. ലഗ്നം മാറിയാൽ 3ാം ഭാവം മാറും, 7ാം ഭാവം മാറും, 11ാം ഭാവം മാറും. അപ്പോൾ ലഗ്നത്തെ ശരി ചെയ്യലാണ് ആദ്യത്തെ പ്രവർത്തനം എന്നുള്ളത്. ലഗ്നത്തിൽ ശുഭത്വം ഉണ്ടാവുക, നല്ല സന്തോഷമുള്ള ജീവിതമായിരിക്കും. ലഗ്നത്തിൽ പാപത്വം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എത്ര ആണെങ്കിലും നമുക്ക് ദുഃഖവും മറ്റു രീതിയിലൊക്കെ ആയിരിക്കും കാര്യങ്ങളുണ്ടാവുക. നമസ്തേ, നന്ദി.